മാങ്കൂട്ടത്തിന് കുരുക്കായി കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ യുവതിയുടെ മൊഴിയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുകയാണ് റിപ്പോർട്ടർ. ബംഗളൂരുവിൽ നിന്ന് ഗർഭഛിദ്ര മരുന്ന് എത്തിച്ചത് പത്തനംതിട്ട സ്വദേശിയായ ജോബി ജോസഫ്. ഈ പേരുകൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ. ഈ കേസിൽ ഇപ്പോൾ ജോബി ജോസഫിനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നെത്തിച്ചതായി യുവതി മൊഴി നൽകിയിരുന്നു. മരുന്ന് കഴിച്ചില്ലെങ്കിൽ രാഹുൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി മൊഴി നൽകി. റോഷി, ഇപ്പോൾ ഈ ജോബി ജോസഫിനെ പ്രതി ചേർത്തിട്ടുണ്ടോ? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉറ്റ സുഹൃത്തായ യുവ സംരംഭകനാണ് പത്തനംതിട്ടക്കാരനായ ജോബി ജോസഫ്. ഈ പെൺകുട്ടി പോലീസ് നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, മരുന്ന് അശാസ്ത്രീയമായി ഗർഭഛിദ്രത്തിന് വിധേയമാക്കാനായി മരുന്നെത്തിച്ചത് ജോബി ജോസഫാണ്. അതുകൊണ്ടാണ് ജോബി ജോസഫിനെ ഈ കേസിൽ ഇപ്പോൾ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസിന് ഈ കാര്യത്തിൽ ഒരു സംശയവുമുണ്ടായിരുന്നു. നിരീക്ഷണത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ജോബി ജോസഫ് അടക്കമുള്ളവർ. ഈ ജോബി ജോസഫാണ് ഈ മരുന്നെത്തിക്കുകയും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ വരും, വീഡിയോ കോളിലൂടെ വരും. ആ വീഡിയോ കോളിലൂടെ വരുന്ന സമയം ഇന്നേ സമയത്താണ് വരിക. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിക്കുമ്പോൾ മരുന്ന് കഴിക്കുക. അങ്ങനെ 2 ദിവസമായി 2 തവണയായി വീഡിയോ കോളിലൂടെ വന്നാണ് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മരുന്ന് കഴിപ്പിച്ചതെന്ന് ആ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി, അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സാഹചര്യം കൂടി മാനസിക സമ്മർദ്ദം തനിക്കുണ്ടായി. അത് മരുന്ന് കഴിക്കാൻ ഒരു പ്രേരണയായെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഒരു ഭീഷണി കൂടി ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത് പ്രധാനമാണ്. അത് തന്നെ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി എന്നുകൂടി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട മൊഴിയിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അരുൺകുമാർ, ഗുരുതരമായ വിഷയങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. അശാസ്ത്രീയമായ രീതിയിൽ ഈ ഗർഭഛിദ്രത്തിന് വേണ്ടി മരുന്ന് ഇവിടെ നിന്ന് എത്തിച്ചു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഒരു ഫാർമസി ശൃംഖലയുള്ള ഒരു യുവാവ് കൂടി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അത് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ്, യുവ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. എറണാകുളം അടക്കമുള്ള പല ജില്ലകളിലും ഫാർമസി ശൃംഖലയുള്ള ഒരു യുവാവുണ്ട്. ആ യുവാവ് കൂടി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അവരാണോ ഈ അശാസ്ത്രീയമായി ഡോക്ടറുടെ കുറിപ്പടിയില്ലാത്ത മരുന്ന് ജീവൻ പോലും അപകടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസിന് ഈ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് നൽകിയ പരാതിയിലും ഈ പെൺകുട്ടി ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അശാസ്ത്രീയമായ മരുന്നാണ്, ജീവൻ പോലും അപകടപ്പെടുമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ പക്ഷാഘാതം പോലും സംഭവിക്കുമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുടെ ഈ ഗർഭഛിദ്രത്തിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായതിനു ശേഷം ചികിത്സ നേടിയ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം എത്തും. ആ ഡോക്ടറുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. യുവതി പോലീസിന് നൽകിയ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുന്നത്. ജോബി ജോസഫ് എന്ന പേര് കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണ്, യുവ വ്യവസായിയാണ്, അവിടെ ഒരു ഫാർമ ബിസിനസ് നടത്തുന്ന ആൾ കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇയാൾ വഴിയാണ് ഈ മരുന്ന് യുവതിയുടെ പക്കലേക്ക് എത്തിച്ചതും യുവതിയെ ഫോൺ വിളിച്ച്, വീഡിയോ കോൾ വിളിച്ച് മരുന്ന് കഴിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതും അതിനിടയാക്കിയ ആളിന്റെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ജോബി ജോസഫിനെയും പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് റോഷി പാൽ ബ്രേക്ക് ചെയ്യുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുലിന് കൂടുതൽ കുരുക്കായി മാറുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാത്രമല്ല, രാഹുലിനോടൊപ്പം ജോബി ജോസഫും കുടുങ്ങുന്നു എന്നുള്ളതാണ്. സ്വന്തമായിട്ട്